പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെയും പ്രതിസന്ധിയിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഈ രീതിയിലൊക്കെ തന്നെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഞാന് ഈ ഒരു മേഖലയിൽ വരുന്നതിന്റെ മുന്നത്തെ കാര്യം പറഞ്ഞത്, സ്റ്റിച്ചിങ് കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടി പല മേഖലയും സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അതിനോടനുബന്ധിച്ച് സ്റ്റിച്ചിങ്ങിന്റെ കൂടെ സീസൺ വർക്കിലേ നന്നായിട്ട് വർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളുടെ ജീവിതം മുന്നോട്ട് എല്ലാ ദിവസവും കൊണ്ടുപോകണം, എല്ലാ മാസവും കൊണ്ടുപോകണം. സീസൺ വർക്കിലല്ലാത്ത സമയത്തും സീസൺ കാലത്തല്ലാത്ത സമയത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം എങ്ങനെ നേടിയെടുക്കാമെന്ന് ഞാൻ പല മേഖലയും നോക്കിയിരുന്നു. അഡീഷണൽ ആയിട്ട് ചെറിയ ചെറിയ കൈത്തൊഴിലുകളും അതിന്റെ കൂടെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് എന്റേതായ രീതിയിൽ എനിക്ക് എന്റെ മക്കളെ നോക്കാനോ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നോക്കാനോ അതല്ലെങ്കിൽ തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റും കമ്പനിയെ കുറിച്ചും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു ടീമിനെ കുറിച്ചും സക്സസ് ബെറി ഗ്ലോബൽ എന്ന സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ കേൾക്കാൻ ഇടയായത്. പക്ഷെ അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എത്രത്തോളം ഇത് എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്തയാണ് ആദ്യം ഉണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, കൂടുതൽ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റാതെ വെറും ഒരു 10ാം ക്ലാസ്സിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്നൊരു ചിന്തയൊന്നും വന്നിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് SLC പാസ്സാവണം എന്നൊരു ചിന്ത വന്നത്. ആ ഒരു അവസ്ഥയിൽ വീട്ടിൽ നിന്നാണെങ്കിലും പഠിക്കേണ്ട കാര്യത്തിനായിട്ടൊരു പ്രചോദനം തരാനോ, എല്ലാവരും അതേപോലെ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ അതിന് മുൻതൂക്കം തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കും അതിലൊരു ശ്രദ്ധ വന്നിട്ടില്ല. പിന്നെ എന്റേതായ രീതിയിൽ എനിക്ക് പഠിക്കാൻ ആണ് തോന്നിയിട്ടുമില്ല. അങ്ങനത്തെ മുന്നോട്ട് പോയ സമയത്ത് വിദ്യാഭ്യാസപരമായിട്ട് ജോലി വാങ്ങിക്കാൻ എന്തായാലും എന്നെ കൊണ്ട് സാധിക്കില്ല. ഇനി ഹാർഡ് വർക്കിലൂടെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ, ഇതായിരുന്നു എന്റെ ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് ഈ ഒരു അവസരം കേട്ട സമയത്ത് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് എനിക്കൊരൊറ്റ വാക്കിലാണ് ഉത്തരം കിട്ടിയത്. എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ മെന്റർ നിഷാന്ത് സാറാണ് എന്നെ ഈ ഒരു ബിസിനസ്സിൽ കൊണ്ടുവന്നത്. ഈ ഒരു അവസരത്തിലും അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം എന്റെ സ്വന്തം ഒരു ആങ്ങളെ പോലെ ഈ ഒരു ബിസിനസ്സിൽ എന്നെ കൊണ്ടുവന്ന് അതിനു വേണ്ട കൊണ്ടുവന്ന വ്യക്തി റജീന എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അവളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യങ്ങളും ചെയ്തു തന്നിട്ടില്ല. പക്ഷെ എന്നെ ഈ ഒരു ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്തത് നിഷാന്ത് സാറാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു നിലയിൽ ഞാൻ എത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണോ എന്നൊരു വാക്ക് മാത്രമാണ് എന്നോട് ചോദിച്ചത്. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ, വിജയിക്കുന്നത് വരെ പ്രവർത്തിക്കാനും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാമെന്ന തീരുമാനത്തിലെത്തി. അപ്പൊ അത് ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിയെടുക്കാന്ന് പറഞ്ഞ സമയത്താണ് പറയുന്നത്, ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിലൂടെ തന്നെ കമ്പനി വിലക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. അത് വാങ്ങി ഉപയോഗിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ബിസിനസ്സും കൂടെ അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം കൂടെ വാങ്ങിയെടുക്കാൻ പറ്റിയ ഒരു സംരംഭമാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു ബോധിപ്പിച്ചു. എന്നോട് പറഞ്ഞു തന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുള്ളൊരു ബോധം എനിക്ക് ആദ്യം തന്നെ തന്നു. അപ്പൊ അതുവരെ എന്നോട് പറഞ്ഞത് നമുക്ക് പ്രവർത്തിക്കാം, ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒറ്റ വാക്ക് പറഞ്ഞു. കാരണം മറ്റൊന്നല്ല, ഇതിനെക്കുറിച്ച് ഇപ്പോ എനിക്ക് കാക്കാനോടൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പൊ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളോട് പോയിട്ട് ഇത് ചോദിച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അപ്പൊ ഇപ്പൊ അവരോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ അവരോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ സമയത്താണ് എനിക്ക് നെഗറ്റീവ് വന്നത്. അതുവരെ എനിക്ക് നെഗറ്റീവ് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവരോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് അന്നത് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഞാനൊരു 35,000 രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുത്ത സമയത്ത് എന്റെ അപ്ലൈമാര് കൊണ്ടുവന്ന നേരെ മുകളിലുള്ള 3 അപ്ലൈമാർ അതിനെക്കുറിച്ച് വേണ്ട, അതെടുക്കണ്ട എന്ന് പറഞ്ഞ സമയത്തും ഇത് എടുക്കണം എന്നൊരു ചിന്ത വന്നത്, 35ന്റെ തന്നെ എടുക്കണം എന്നുള്ള ചിന്ത വന്നത് എനിക്ക് ഈ ഒരു ബിസിനസ് പറഞ്ഞു തന്ന വ്യക്തി നിഷാന്ത് സാറ് ഇതിന്റെ വ്യക്തമായ ഐഡിയ അടിക്കുന്ന കാര്യങ്ങളും നമുക്ക് പ്രോഡക്റ്റ് എടുത്താലുള്ള ഗുണങ്ങളും ഇത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതും ഇത്ര പെർസെന്റേജ് നമുക്ക് ഇതിൽ ലാഭം ഉണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പോ സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും കച്ചവടം ചെയ്താൽ എങ്ങനെ ലാഭം കിട്ടുന്നു നോക്കി നിൽക്കുന്ന ആള് തന്നെ ആയിരുന്നു. അപ്പൊ എന്നാലും എന്റെ ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയെടുക്കുന്നതിലൂടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങാന്ന് വിചാരിച്ച് കയ്യിലൊരു വള ഉണ്ടായിരുന്നു. പല സാഹചര്യത്തിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്.
പല വേദികളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഞാനത് പറയാൻ കാരണം നമ്മളുടെ ടീമിൽ പുതിയ 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 ആളുകൾ വീണ്ടും വീണ്ടും വരികയാണ്. അപ്പൊ അവരൊക്കെ ബിസിനസ് താല്പര്യമുണ്ട്, ബിസിനസ് ചെയ്യാൻ കയ്യിൽ ക്യാഷ് ഇല്ല, എനിക്ക് ചെയ്യണേന് മുടക്കൊന്നുമില്ല, അത് പക്ഷെ പൈസ വേണ്ടേ എന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ എപ്പോഴും മനോജ് സാർ വരെ പറയാറുണ്ട്, ഈ ഒരു ബിസിനസ്സിൽ നിശാന്ത് അല്ല വേറൊരു വ്യക്തിയാണ് ആയിഷാനെ ജോയിൻ ചെയ്യിപ്പിച്ചാൻ ചെന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു ചാക്ക് അരി വാങ്ങി കൊടുത്തിട്ടായിരിക്കും വരിക എന്നുള്ളത് പറയാറുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരുന്നു 35,000 രൂപ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു അവസരം കേൾക്കുന്നത്. പക്ഷെ ആവശ്യം എന്റേതാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, എന്റെ കയ്യിൽ ഒരു വള ഉണ്ടായിരുന്നു, ആ വള വിറ്റ് ഞാൻ 35,000 രൂപ കൊടുക്കുന്നത് 3 അപ്ലൈമാർ എന്നോട് 35 കൊടുക്കണ്ട, അതിനെടുക്കണ്ട, 5-ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ സാഹചര്യത്തിലും എന്നോട് ഇത് വേറെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഈ വ്യക്തി ആരാണ്, ഈ വ്യക്തി എവിടെയാണ്, ഞാൻ ആദ്യമായിട്ട് നിശാന്ത് സാറിനെ കാണുകയാണ്, ഞാൻ ആദ്യം 35,000 കയ്യിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കൊടുത്ത വ്യക്തി മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു പക്ഷേ 35,000 വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല, പക്ഷെ എന്നെ അപേക്ഷിച്ച് 35,000 ഇന്ന് 3.5 ലക്ഷത്തിന്റെ മേനിയാണ്. അപ്പൊ ഞാൻ മഞ്ചേരി പോയി, മഞ്ചേരി ചെന്ന് വള വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് ഫോളോ അപ്പ്, ഈ ബിസിനസ്സിൽ വളരെയധികം ഫോളോ അപ്പ് മസ്റ്റ് ആണല്ലോ. നിശാന്ത് സാറ് മണിക്കൂർ ഇടവിട്ട് എന്ന് പറയും പോലെ വിളിക്കുന്നുണ്ട്, അതിലെ പൈസ റെഡി ആയോ, നമുക്ക് പിന്നെ പ്രോഡക്റ്റ് എടുത്തൂടെ, നമുക്കൊരു മീറ്റിംഗ് വെക്കണ്ടേ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് വിളിക്കുന്നുണ്ട്, എന്തായി ചോദിച്ചു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, സാറേ ഞാനിതൊന്ന് വിറ്റ് ക്യാഷ് ആക്കി വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് വേണ്ടേന്ന് ചോദിച്ചു. അപ്പോ മഞ്ചേരി പോയിട്ട് ജ്വല്ലറി പോയിട്ട് ഈ വള വിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പൈസ കൊടുക്കുന്ന വ്യക്തി ഈ പറയുന്ന സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. ഞാൻ നേരെ മഞ്ചേരി പോയി, മഞ്ചേരി ചെന്നിട്ട് ഞാൻ ചോദിച്ചു. അതിന്റെ മുന്നേ ഞാൻ ചോദിച്ചിരുന്നു, മഞ്ചേരി സ്ഥാപനം ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത്, ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത്, എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതൊന്നും ഞാൻ പോയി അന്വേഷിക്കാൻ പോകണ്ട, പക്ഷെ എന്റെ തൊട്ടടുത്താണല്ലോ മഞ്ചേരി. മഞ്ചേരി ഒരു സ്ഥാപനം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചത്. കാരണം എന്നോട് ഈ 35 കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവർ കൊടുക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ അന്വേഷിക്കും, അതാണ് ഞാൻ ആദ്യം ചെയ്തത്. അവിടെ മഞ്ചേരി ചെന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കിൻസ് അക്കാദമി ഞാൻ അന്വേഷിച്ചു. അദ്ദേഹം നിശാന്ത് സാറാണ് അത് നടത്തുന്നത്, അദ്ദേഹത്തിന്റെ ഓണറായി അദ്ദേഹം ആണോ എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി വർഷങ്ങളായിട്ട് ആ സ്ഥാപനം അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, എന്റെ 35,000 കൊണ്ട് എന്തായാലും അയാൾ ഈ സ്ഥാപനം വിട്ട് പോയില്ല എന്ന് ബോധ്യപ്പെട്ടതിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഉറച്ചൊരു തീരുമാനം എടുത്തു, ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാമെന്ന്. അദ്ദേഹം എനിക്കൊരു എഗ്രിമെന്റ് എഴുതി തന്നും ചെയ്തു. എന്റെ ഡയറിയിൽ 35,000 രൂപ ഇത് ഞാനാണ് ഇതിന് സാക്ഷി ആയിട്ട് ഞാൻ എന്റെ പേര് എഴുതി ഒപ്പിട്ട് തരാം, ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദി ഞാനാണ് എന്നുള്ളത് എന്റെ ഡയറിയിൽ ഇന്നും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് അതിനു വേണ്ടിയിട്ടല്ല, പക്ഷെ ആ ഡയറി ഇന്നുണ്ട്. ആ ഡയറിയിൽ എഴുതി തന്ന് പേരൊക്കെ എഴുതി ഒപ്പിട്ട് തന്ന് 35,000 രൂപ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി ബിസിനസ്സിൽ വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു അവസരത്തിൽ എത്താനുള്ള വഴിയാണ്. പൈസ ഇല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പൈസ നമ്മളെ കയ്യിൽ ആരും ഒരു കൂട്ടി വെച്ച് സ്വരൂപിച്ച് വെച്ചൊരു ക്യാഷ് കൊണ്ട് നമ്മൾ ആരും ഒരു ബിസിനസ്സും ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യൂല. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളുടെ ആവശ്യം നമ്മളുടേതാണ്. നിങ്ങളുടെ മുന്നിൽ ആര് വന്ന് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവരേനേക്കാളുപരി അവർക്ക് ആവശ്യമുണ്ട്, അത് വേറെ കാര്യം, അവർക്ക് നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവര് ജോയിൻ ചെയ്യിപ്പിക്കും, അവര് ഈ വർക്കിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മളുടെ ആവശ്യമാണ് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളത്, നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിന് എഫേർട്ട് ഇടേണ്ടതും റിസ്ക് എടുക്കേണ്ടതും നമ്മളാണ്. മറ്റുള്ളവരുടെ ആവശ്യമാണ് തോന്നി കഴിയുമ്പോഴാണ് നമുക്ക് പൈസ ഉണ്ടാവാത്തതും ബുദ്ധിമുട്ടുള്ളതൊക്കെ. അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആരും വീട്ടിലിരിക്കാറില്ല, പൈസ നമ്മൾ ഉണ്ടാക്കാറാണ്. അന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ കണ്ട് നിങ്ങൾക്കൊരു എമർജൻസി കേസാണെന്ന ചിന്തയോടുകൂടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്ത് സൈറ്റ് അടിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ക്യാഷ് റെഡിയാക്കി നിങ്ങളുടെ ഐഡി നിങ്ങൾ സെറ്റ് ആക്കാം. ഈ ഒരു ബിസിനസ് ഞാൻ ബിസിനസ് കണ്ടു വന്നതാണെന്നുണ്ടെങ്കിലും പക്ഷെ ഇതിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് ഒരുപാട് കാര്യങ്ങളാണ്. എന്റെ കാലിന് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബ്ലോക്ക് 3 ലക്ഷം രൂപയായിരുന്നു അതിന് ഓപ്പറേഷത്തിന് കെട്ടി വെക്കാൻ പറഞ്ഞിരുന്നത്. ആ ഒരു പ്രശ്നം എന്റെ കാലിന്റെ ഒരു ഞരമ്പിന് ബ്ലോക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഞരമ്പിനായിരുന്നു ബ്ലോക്ക് വന്നിരുന്നത്. മൗലാന ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ പറഞ്ഞ ഒരു പ്രശ്നം ബ്ലോക്ക് എനിക്ക് ഇതിലൂടെ നമ്മുടെ 95 ഡയലി ഡിറ്റോക്സ് വെൽ ഹാർട്ട് ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചതിലൂടെ 100% മാറിക്കിട്ടി. വീണ്ടും ഒരു MRI സ്കാനിങ് എടുക്കുമ്പോഴാണ് കംപ്ലീറ്റ്, എനിക്ക് തന്നെ വിശ്വാസമല്ലായിരുന്നു, കംപ്ലീറ്റ് ബ്ലോക്ക് മാറിയതായിട്ട് ഞാൻ കണ്ടത്. ഇപ്പൊ പല സാഹചര്യത്തിലും ഞാൻ ഇതിനെ കുറിച്ച് പറയാറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ബിസിനസ്സാണ്, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമാണ്. പ്രൊഡക്റ്റ് 100% ഓക്കെയാണ്, നല്ല പ്രോഡക്റ്റ് ആണ്, നിങ്ങൾക്ക് ഏത് ആവശ്യത്തിന് വേണ്ടി കഴിച്ചാലും നമുക്ക് സെക്യൂരിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ കയറുന്നില്ല.
എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് രാവിലത്തെ ഐപ്ലേസ് മീറ്റിംഗ്, ഇതുപോലത്തെ സെഷന്, അതേപോലെ GTS, ഇതിൽ നമ്മളുടെ ഓരോരുത്തരുടെയും അംഗങ്ങളെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ സ്വന്തം പങ്കെടുക്കുക, നമ്മളുടെ കൂടെ വന്ന ആളുകളെ നമ്മൾ ഇതിൽ പങ്കെടുപ്പിക്കുക. ഇതിലൂടെ മാത്രമേ നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയുള്ളൂ. രാവിലെ ഇപ്പൊ ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിൽ കയറിയ 318 പേർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ല മഴയാണ്, പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് എണീക്കാതെ രണ്ട് കൈയും കാലിന്റെ ഇടയിൽ തിരികി നന്നായിട്ട് ഒന്നും കൂടെ ചുരുണ്ട് കിടന്ന് നല്ല സുഖസുന്ദരമായിട്ട് വേണമെങ്കിൽ ഉറങ്ങാം. പക്ഷെ ഈ 318 വ്യക്തികളും ഇതിൽ കയറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. നമ്മളുടെ വീട്ടിലും നമ്മളുടെ തൊട്ടയൽവക്കത്തൊക്കെ തന്നെ ഈ സമയത്ത് ഒരു പക്ഷേ നന്നായിട്ട് ഉറങ്ങുന്ന ആളുകൾ ഉണ്ടായേക്കാം. നമ്മളെ ഇതിനൊക്കെ പ്രാപ്തരാക്കിയത്, ഇതിനു വേണ്ടി നമ്മളുടെ മൈൻഡ് സെറ്റ് ആക്കിയത്, ഇതിന്റെ പിന്നിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് ഗൈഡ് ലൈൻ തരുന്ന, നമ്മൾ ഓരോരുത്തരെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. സക്സസ്ബറി ഗ്ലോബൽ എന്നാണ് അതിന്റെ പേര്. പുതിയതായി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പുതിയതായി ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. സക്സസ്ബറി ഗ്ലോബലിന്റെ സിസ്റ്റമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഗ്രേറ്റ് ലീഡർ മനോജ് സാർ ആൻഡ് ലത മാഡം, അവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്നെ ഇത്രത്തോളം ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രേരണ, എനിക്കുള്ള കഴിവ്, എനിക്കുള്ള അറിവ്, എനിക്കുള്ള തിരിച്ചറിവ്, മുന്നോട്ട് പോകേണ്ട ഗൈഡ് ലൈൻ, നേരായ വഴി കാണിച്ചു തന്നത് സക്സസ്ബറി ഗ്ലോബൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് അറിവുണ്ടോ, നിങ്ങളുടെ കഴിവിനോ നിങ്ങളുടെ കഴിവിനോ നിങ്ങളുടെ ഭംഗിക്കോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമല്ലാതെ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ ആണിനും പെണ്ണിനും ഒരേ കൂലിയാണ്, ആണിനും പെണ്ണിനും ഒരേ സിസ്റ്റാണ്, ആണിനും പെണ്ണിനും ഒരേ ടീമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു സ്റ്റേജാണ്, ഒരു മൈക്കാണ്. ഇതൊക്കെ ആണിനെന്നോ പെണ്ണിനെന്നോ വ്യത്യാസമല്ലാതെ ഒരേപോലെ വരുമാനവും അംഗീകാരവും തരുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളുടെ ലതാ മാഡത്തിനും മനോജ് സാറും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒന്നും കൂടെ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് എന്റെ വിഷയം കംഫർട്ട് സോണാണ്. അതായത് എന്താണ് കംഫർട്ട് സോൺ അല്ലെ? കംഫർട്ട് സോണിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തന്നെ പറയേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്, അത് നമുക്ക് കംഫർട്ട് സോൺ അല്ല. അത് നമ്മൾ നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ മാത്രം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഫെമിലിയാരിറ്റി സോൺ. അതായത് അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്, റിസ്ക് ഇല്ലാതെ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് ഫെമിലിയാരിറ്റി സോൺ ആണ്. എന്നാൽ കംഫർട്ട് സോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. നമ്മൾ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുമോ അല്ലെ, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല അങ്ങനെ പല രീതിയിലുള്ള 6-7 കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ നിൽക്കുന്ന ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഈ ബിസിനസ്സിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉത്പാദനക്ഷമത ഇല്ല. കാരണം നമുക്ക് നിന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ, ഇനിയിപ്പോ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ വളരണം എന്നുണ്ടെങ്കിലും, ഉയരണം എന്നുണ്ടെങ്കിൽ, നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തേ പറ്റൂ. പല ആളുകൾക്കും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട്, 6-7 കാരണങ്ങളാണ്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്തുകൊണ്ടാണ് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ മടിക്കുന്നത്. ഇങ്ങനെ 6-7 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാത്തത്. അതിന്റെ ഇംഗ്ലീഷ് ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പക്ഷെ തിരിഞ്ഞോളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ മലയാള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ 6-7 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരാളും നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാനും പരിചയമില്ലാത്ത മേഖലയിൽ ചെല്ലുന്ന സമയത്ത് അതിനെ എനിക്ക് പറ്റും എന്നൊരു ചിന്തയോടുകൂടെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. മറ്റുള്ള പല ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പേടിക്കുകയാണ് അല്ലെ. അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പല ആളുകളും മടിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് പരിചയമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നമുക്കൊരു പേടി, അത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു പേടിയാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, പരാജയപ്പെടുമോ, തോൽക്കുമോ, ആരെങ്കിലും കളിയാക്കുമോ എന്നൊക്കെ ഒരു ഭയം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഏതൊരാൾക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാല്
അത് എന്നെ കൊണ്ട് പൂർത്തിയാകാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് അത് പറ്റില്ല, എനിക്ക് അതിന് കഴിയൂല. എനിക്ക് പല സമയത്തും ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്ത സമയത്ത് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാണെന്ന് തോന്നിയ സമയത്ത് എന്നെ കൊണ്ട് പറ്റും, പക്ഷെ എനിക്ക് സാധിക്കൂല. അവർക്കുള്ള പോലെയുള്ള കൈയും അവർക്കുള്ള പോലെയുള്ള കാലും അവർക്കുള്ള പോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കുള്ളത് തന്നെ നമുക്കുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു ചിന്ത നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോഴുള്ളൂ നമുക്കത് ചെയ്യാൻ കഴിയാം. നമ്മൾ മാറ്റി വെക്കുന്നതിന്റെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, കൺട്രോൾ ഉള്ള കാര്യങ്ങൾ. നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങൾ അതായത് നമുക്കൊരു കാര്യത്തിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ട്, ആ കൺട്രോൾ ഉള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പേടി. അതായത് നമ്മളെ വീട്ടിൽ കയറാൻ ഒരു 6 മണി സമയമാണ് വീട്ടിൽ കയറേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും ഒരു കൺട്രോൾ ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടില് നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച, നമ്മളെ നാട്ടുപുറത്തുള്ള ആളുകളായിട്ട് ഉണ്ടാക്കി വെച്ച ചില കാര്യങ്ങളാണത്. 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം, അത് ആരെങ്കിലും എന്തെങ്കിലും അതിന് പറയോ എന്നൊരു ബേജാറൊക്കെ. അത് നമ്മള് എന്താ പറയാ, ഒരു കൺട്രോൾ, എന്തിനും ഒരു കൺട്രോൾ വെക്കുന്ന രീതി, അതാണ് പല ആളുകൾക്കും പേടി. നാലാമത്തെ കാര്യം, ചുറ്റുപാടുള്ള ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, മോശമായ രീതിയിൽ അവൾ മോശക്കാരിയാണ് എന്നോ അല്ലെങ്കിൽ അവനെ മോശക്കാരനാണെന്നോ ഞാൻ ഇത് അവനോട് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ കാര്യം അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പോൻ ചിന്തിക്കുക, അവൻ പല രീതിയിൽ അതിനെ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ട് എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞ് ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ട് എന്നും അവരോട് പറയണ്ട, അത് പറഞ്ഞാൽ പോൻ എന്താ വിചാരിക്കാവോ എന്നുള്ള രീതിയിലുള്ള ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പേടി ഉള്ള ആളുകൾ ഒന്ന്, നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് വിട്ടുമാറിപ്പോകോ, എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് വിട്ടുമാറിപ്പോകോ എന്നുള്ള പേടി, ആ ഒരു ഭയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും, ഇപ്പൊ ഞാനൊരാളോട് പ്ലാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ഈ ബിസിനസിനെ കുറിച്ച് പറയാണ്, ഈ കമ്പനീനെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള അംഗീകാരങ്ങൾ പറയാണ്, അപ്പൊ അത് വിട്ടുപോകുമോ, മാറിപ്പോകുമോ, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നൊക്കെ ഉള്ള ഒരു ബേജാറും എന്നൊരു പേടിയും ഉള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനോ ഒരിക്കലും നമുക്ക് ഓരോരുത്തർക്കും പറ്റില്ല. ആറാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ കഴിവിൽ നമുക്ക് തന്നെ സാധിക്കുമോ എന്നൊരു വിശ്വാസക്കുറവ്. അപ്പൊ എന്നെ കൊണ്ട് അത് കഴിയോ, നമ്മളെ തന്നെ നമുക്കൊരു വിശ്വാസം ഇല്ലാത്ത ചെയ്യൽ, ആ രീതിയിലായി കഴിഞ്ഞാലും നമുക്ക് ആർക്കും ഇതില് നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഏഴാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മളെ ഉള്ളിൽ തന്നെ നമുക്ക് പേടി ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഏതൊരു സാഹചര്യത്തിലും പേടി ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ ഉണ്ടായേക്കാവുന്ന നമ്മളുടെ ശരീരത്തിന് ഉണ്ടായേക്കാവുന്ന പല പ്രശ്നങ്ങളും. പല ആളുകൾക്കും പേടി വന്നാൽ, കണക്കിലേറെ പേടി വന്നാൽ ചില ആളുകൾക്ക് വിറക്കും, ചില ആളുകൾ നമ്മളുടെ ടീമിൽ തന്നെ പല ആളുകളും പറയുന്നുണ്ട്, എനിക്ക് എന്റെ വയറ് കാളുന്നുണ്ട്, എനിക്ക് ബാത്റൂമിൽ പോകണം തോന്നുന്നുണ്ട്, കാരണം എനിക്ക് പേടിയാവുകയാണ് എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ബേജാറും വ്യക്തപ്പെടുന്ന, നമ്മളെ ശരീരം തന്നെ ചില സമയത്ത് പേടി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാൻ ആളുകൾ പേടിക്കുന്നതിന്റെ കാരണം. അപ്പൊ അതിന്റെ ഒരു കാര്യം തന്നെ ഞാൻ ഇതിൽ പറയാം, കാരണം എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് കഴിയോ എന്ന പല ചിന്തകളും പല ആളുകൾക്കും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇതിലൂടെയൊക്കെ വന്ന ഈ സാഹചര്യങ്ങളൊക്കെ കടന്ന് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ബ്രേക്ക് ചെയ്യാനുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച ലെവലിൽ എത്തിയിട്ടില്ല, എന്നാൽ ഒരു പരിധി വരെ എനിക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. കംഫർട്ട് സോണിൽ ഇരുന്ന് ഒരിക്കലും നമുക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേ വേണ്ട. അതായത് ഏതൊരാളും ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത്, ഇപ്പൊ ഇന്നലത്തെ ഒരവസ്ഥ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ പറഞ്ഞതിന് ശേഷം പറയാം. കംഫർട്ട് സോണിൽ നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത്. ഇനി പല ആളുകൾക്കും എന്താണ് കംഫർട്ട് സോണ്, ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ എന്താണ് വേണ്ടത്, അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. കംഫർട്ട് സോൺ നമുക്ക് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെറുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുക. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പല സമയത്തേക്ക് വേണ്ടി മാറ്റി വെച്ച് വെക്കുന്ന സമയത്ത് നമുക്കതൊരു ഭാരമായിട്ട് തോന്നും. അത് നമ്മൾ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ എന്തുതന്നെയാണെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് മാറ്റി വെക്കാതെ, അതൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യാതെ നമ്മളത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അതിനെ ചെയ്ത് തീർത്ത് അതിനെ എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒന്നാമത് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ,
പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ഒരു സ്വഭാവം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അതിനെക്കുറിച്ചുള്ള എളുപ്പമാക്കാനുള്ള, ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും നമുക്ക് നമ്മുടെ ഗൂഗിൾ ഉണ്ട്. അതിൽ അന്വേഷിച്ചിട്ടും ഒക്കെ എളുപ്പ വഴികൾ, എല്ലാത്തിനും എളുപ്പ വഴികളുണ്ട്. കുറുക്കു വഴിയല്ല ഞാൻ പറയുന്നത്, അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ശ്രമിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ഇന്ന കാര്യം നടത്തിയെടുക്കണം. ഇന്ന കാര്യം നടത്തിയെടുക്കാൻ ഞാൻ ഇന്ന കാര്യം ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നൊരു കാര്യം, ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു കാര്യം, ഇന്ന സംഭവം ഞാൻ നേടിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഞാനൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുക. അതായത് അത് ഒരു പക്ഷേ ചെറിയൊരു ടൂർ ആവാം. ഇന്ന സംഗതി നേടിയെടുത്താൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകും, അതല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും. അത് നമുക്ക് നമ്മളുടെ ശരീരത്തിന്, നമ്മൾ ചെയ്ത കാര്യത്തിന് നമ്മൾ തന്നെ അതിലൊന്ന് ഇതായിട്ട് നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രോത്സാഹനം കൊടുക്കുക. അത് ഒരു പക്ഷേ സ്ഥലങ്ങൾ കാണാൻ പോകലോ എന്തോ ആയിരിക്കാം, എന്തെങ്കിലും വിനോദങ്ങളായിരിക്കാം. അപ്പൊ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് ഇതിന്റെ വേണ്ടത്. നാലാമത്തെ കാര്യം, നമുക്ക് വളരെയധികം സമാധാനം കണ്ടെത്തുന്ന, അതായത് വിസുലേഷേഷൻ, നമ്മളുടെ മനു സാർ പല സമയത്ത് നമുക്ക് ചെയ്തു തരാറുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് നമ്മളുടെ വീടായിരിക്കും ഏറ്റവും സുരക്ഷിതമായിട്ടിരുന്ന് നമുക്ക് സ്വപ്നം കാണാനും, അതല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും നമ്മൾ ഒഴിഞ്ഞിരുന്ന് കണ്ടെത്തിയ ഒരു സ്ഥലം ഒരു പക്ഷേ നമ്മളുടെ വീടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ ഓഫീസായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കലായിരിക്കാം. അതൊക്കെ നമുക്ക് ആലോചിക്കാനും, അതേപോലെ നമുക്ക് നമ്മളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ വാർത്തെടുക്കാനും നമുക്ക് അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. അഞ്ചാമതായിട്ട്, ടെക്നോളജിയർ ഫിയർ, അതായത് നമുക്ക് പേടിയുണ്ട്, പക്ഷെ ആ പേടിയുള്ള ഒരു കാര്യം, പേടിയുണ്ട് എന്നുള്ളതിനെ ഉൾക്കൊണ്ട് തന്നെ, അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അപ്പൊ അതെടുത്ത് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോ അതിനെക്കുറിച്ചൊരു ഉദാഹരണം, പേടിയുള്ള ഒരു കാര്യമാണെങ്കിലും നമ്മൾ പേടിയിൽ ഒതുങ്ങി നിന്നാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, നമ്മൾ പ്രവർത്തനത്തിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ ഇന്നലത്തെ ഒരു അനുഭവം പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിപ്പ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു എന്താ പറയാ, ഒരു ഭീകര അവസ്ഥയായിട്ട് ചില സ്ഥലത്ത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ എന്റെ ഏരിയ നിങ്ങൾക്കറിയാം, പിന്നെ വണ്ടൂരാണ്. വണ്ടൂര് അടുത്തത് തന്നെ, വണ്ടൂര് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്ത പഞ്ചായത്താണ് നമുക്ക് നിപ്പ ബാധിച്ചൊരു കുട്ടി മരിച്ചത്, അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് രാവിലെ 9 മണിക്ക് മുതൽ 5 മണി വരെയുള്ളൂ കടകളും അങ്ങാടികളും വാഹനങ്ങളും ഒക്കെ ആ ഏരിയകളിൽ, പാണ്ടിക്കാട് പഞ്ചായത്തിൽ. അപ്പൊ എനിക്ക് വർക്ക് കഴിഞ്ഞ് പോരേണ്ട ഒരു സ്ഥലം പാണ്ടിക്കാട് പഞ്ചായത്തിലൂടെയാണ്. അപ്പൊ ടൗണിൽ ചെറുതായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോരേണ്ടത് ഈ മരണപ്പെട്ട കുട്ടിയെ മറവ് ചെയ്ത പള്ളിയുടെ മുന്നിലൂടെയാണ്. അപ്പൊ ഞാൻ പോരുന്നത് ഇന്നലെ മണ്ണാർക്കാട്ട് നിന്നാണ്. മണ്ണാർക്കാടാണ് എനിക്ക് രാത്രി വർക്ക്. മേലാറ്റൂര്, മണ്ണാർക്കാട്, അലനല്ലൂര് ഏരിയകളിലൊക്കെ വർക്ക് ചെയ്ത് ലാസ്റ്റ് വർക്ക് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് നിന്ന് ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വരുന്നത്. ഏകദേശം എനിക്ക് ചെറുകോട് എത്തണം എന്നുണ്ടെങ്കിൽ 47 കിലോമീറ്റർ റൺ ചെയ്യണം. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ വണ്ടിയിൽ. അപ്പൊ അവിടെ ഉള്ള ടീം, മേലാറ്റൂര്, അലനല്ലൂര്, മണ്ണാർക്കാടൊക്കെ ഉള്ള ടീം അവരെ വർക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് ഏകദേശം എന്റെ ലീഡർ ആയിട്ടുള്ള എന്റെ ടീമിലുള്ള സമീർ, സൈനുദ്ദീൻ സാറ്, സമീർ സാറ്, യൂനിസ് സാറ്, ഇവരെയൊക്കെ വർക്കായിട്ട് നല്ല രീതിയിൽ ഒരു ഫോക്കസ് മീറ്റിംഗ് നമ്മൾ വെച്ചായിരുന്നു. അതിൽ ഏകദേശം ഒരു 30ഓളം പുതിയ പ്രോസ്പെക്ട്സ് കയറിയിരുന്നു. ആ പുതിയ ആളുകളെ കാണല് അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നലെ. അപ്പൊ അതിനുവേണ്ടി വർക്കിന് പോയ പല ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് പോരാറുള്ളത്. അപ്പൊ അതിനുവേണ്ടി വർക്ക് എടുത്ത് വന്ന ആളുകളെ ഫോളോ ചെയ്ത് മണ്ണാർക്കാടാണ് ലാസ്റ്റ് പോണത്. ആ ഏരിയകളിൽ നിന്ന് നമ്മൾ പുതിയ ആളുകളെ കണ്ട് അവരെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങിയിട്ട് തിരികെ പോരുന്നത് 10 മണി കഴിഞ്ഞ് 11 മണി സമയത്താണ്. 11 മണി ആകാനായ സമയത്ത് അവിടുന്ന് പോരുന്ന സമയത്ത് വളരെയധികം ഏതൊരാൾക്കും പേടിപ്പെടുന്ന, ഭീതിപ്പെടുന്നതായ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ടൗണൊക്കെ അടച്ച് എന്താ പറയാ, നമ്മള് രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ ഞാൻ പോരാറുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ടൗണുകളിൽ ഇടയിൽ പുട്ടിന് തേങ്ങട്ട പോലെ എന്തുണ്ടാവും, നമ്മുടെ റെസ്റ്റോറന്റുകൾ, അതിലേക്ക് ആളുകൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയും വാഹനങ്ങളും അതിന്റെ ഇടത്തുള്ള ലൈറ്റുകളും അതിന് വേണ്ട രീതിയിൽ പൊലിപ്പിക്കാനുള്ള ബൾബുകളും ഇതൊക്കെ കാണും. ആ സമയത്ത് നമുക്ക് അങ്ങാടികളൊക്കെ സജീവമായിരിക്കും. കടകളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിലും ഈ കടകൾ എന്തായാലും അടക്കൂല. അത് ഏകദേശം ഒരു 2 മണി 3 മണി സമയത്തൊക്കെ അടക്കുള്ളൂ. പക്ഷെ ഇന്നലത്തെ അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് തന്നെ രാത്രി പോരുന്ന സമയത്ത് വളരെയധികം എന്താ പറയാ, ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അന്തരീക്ഷമാണ്.
വെറും കോരിച്ചെരിയുന്ന മഴ, നല്ല രീതിയിലുള്ള കാറ്റ്, നിൽക്കാത്തടിക്കുന്ന കാറ്റ്, കടകളൊക്കെ അടഞ്ഞു കിടക്കുക, വണ്ടികളൊന്നും ഇല്ല. ഞാൻ സ്വന്തമായിട്ട് വരികയാണ്, വേറെ ആരും എന്റെ കൂടെ അല്ല. 47 കിലോമീറ്ററോളം റൺ ചെയ്ത് പോരുന്ന സമയത്ത് ഞാൻ മിനിഞ്ഞാന്നാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ മറവ് ചെയ്ത വളരെ ദാരുണമായ രീതിയിലുള്ള ഒരു അവസ്ഥ കണ്ടും ചെയ്തേക്കുക. ഈ കുട്ടിയെ 4-5 പേര് മാത്രം കൂടി മറവ് ചെയ്യുന്നതും അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ വന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ജാഗ്രത വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയാണ്. പേടി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ, ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊരു പേടിയുണ്ട്. പക്ഷെ ഞാൻ ആ പേടിയാണ് എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാല്, അത് ആ പള്ളിക്കാടിന്റെ അടുത്ത് കൂടെയൊക്കെ അങ്ങനെ പോരുന്ന സമയത്ത് ഒരുപാട് വവ്വാലുകളുടെ സൗണ്ട്, എന്തൊക്കെയോന്നറിയാത്ത പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ആഗ്രഹത്തിന്, എനിക്കുള്ള ആഗ്രഹം എന്താണ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയൂല. ഞാൻ ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്റെ വണ്ടിയിൽ ഞാൻ ഉള്ളിലാണ് വണ്ടി ഓട്ടിയിട്ട് ഞാൻ പോരുകയാണ്. ഞാൻ എന്ത് ചെയ്തു, വണ്ടി ഓട്ടി പോന്നു. പുറത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നേ ഇല്ല. പിന്നെ ആകെയുള്ളൊരു ധൈര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് എപ്പോ വിളിച്ചാലും എന്റെ കൂടെ വരാന് ആരുണ്ട്? എന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ നേരിട്ട് പോകുന്നു. പല സ്ഥലങ്ങളിലും കടകളില്ല, ലൈറ്റ് ഇല്ല. പെരും മഴ കാരണം ഒരു ഭാഗത്ത് പോലും ലൈറ്റും ഇല്ല. ഞാൻ വണ്ടി ഓട്ടി പോകുന്നു. വീടിന്റെ അടുത്ത് എത്താനായ സമയത്ത് ഒരു 5-6 വീട് മുന്നേ എന്ത് ചെയ്ത് എത്തിയ സമയത്ത് വണ്ടി 5-6 വീടും കൂടെ എനിക്ക് എന്റെ വീട്ടിലേക്ക് എത്താനുണ്ട്. ആ സമയത്താണ് ഒരു അയൽവാസി, തൊട്ടയൽവാസി അല്ല, എന്നാൽ കുറച്ചൊരു 8-10 വീടൊക്കെ മുന്നേയുള്ള ഒരു അയൽവാസിയാണ്. ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട് കൂടുതലാവാത്തതുകൊണ്ട് അയൽവാസികളെ തന്നെ കൂടുതൽ അറിയില്ല. കാരണം അയൽപക്കത്ത് പോകാനുള്ള സമയമോ അയൽപക്കത്ത് പോകാനുള്ള ക്യാമറ ശരിക്കന്നെയാണ് വെച്ചത്, എന്തോ ഒരു കളറ് വ്യത്യാസം വരുന്നത്. ഇപ്പൊ കാണുന്നുണ്ടോ? അപ്പൊ എന്തായാലും ഞാൻ വരുന്ന ഏതൊരു സാധാരണക്കാരിയെ അപേക്ഷിച്ച്, ഒരു വീട്ടമ്മയെ അപേക്ഷിച്ച് ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഒറ്റക്ക് വന്ന് ഇവിടെ എത്താനായ സമയത്താണ് വീടിന്റെ ഒരു 5-6 വീട് മുന്നേ എത്തിയ സമയത്ത് എന്റെ വണ്ടിയുടെ മുന്നിലേക്ക് 11 മണി സമയത്ത് ഒരു വ്യക്തി വണ്ടിയുടെ മുന്നിലേക്കാണ് ചാടി. വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയെന്ന് മാത്രമല്ല, അയാൾ വണ്ടിയുടെ മുന്നിൽ വീണ്. അയാള് എന്താ പറയാ, മദ്യപിച്ച വ്യക്തിയാണ്. അയാളെ കയ്യില് സാധനങ്ങൾ വാങ്ങിച്ച പാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വണ്ടിന്റെ മുന്നിൽ ചാടി. ഒരു പതുക്കെ ഞാൻ വണ്ടി ഓട്ടി പോരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മേത്ത് തട്ടിയില്ല. കാരണം അദ്ദേഹത്തിന് ബാലൻസ് ഇല്ല, ആകെ ആടി ഒലഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ എന്തായാലും കുറച്ചു മുന്നേ ഞാൻ വണ്ടി നിർത്തി. അദ്ദേഹത്തിന്റെ പാക്കുകളൊക്കെ പൊറുക്കിയെടുത്ത് എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ഗ്ലാസ് ഒന്ന് താത്തിയിട്ട് ഞാൻ പറഞ്ഞു അതിലൂടെ പോയാൽ മതി എന്നാണ്. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വീട് കാണുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത് നമ്മൾ പേടിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ ഒതുങ്ങിയിരുന്നാല്, സാധാരണ ഒരു വീട്ടമ്മക്ക്, ഏതെങ്കിലും ഒരു വീട്ടമ്മ, നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് ലേഡീസ് നമ്മളെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് ഓരോരുത്തരും, എനിക്ക് ഇതാണ് എന്റെ ലിമിറ്റ്, ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, എനിക്ക് പോകാൻ കഴിയൂല, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഒരു സക്സസ് ബറിയിൽ തന്നെ ഒരു പക്ഷേ ഇത്രയും സമയത്ത് ഒരു സ്വന്തമായിട്ട് ഒറ്റക്ക് തന്നെ ഒരു വേറൊരാളും തുണക്കില്ലാതെ വാഹനമൊക്കെ ഓടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ എന്നെ കൂടാതെ ശരണ്യ മേഡം ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവും, മറ്റാരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയില്ല എന്തായാലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ അവരെ വളരെയധികം, അവരെന്തായാലും വിജയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ആളില്ല, എന്റെ കൂടെ പോരാൻ ആളില്ല. അതേപോലെ തന്നെ എനിക്ക് 8 മണി അല്ലെങ്കിൽ 6 മണിക്കുള്ളില് ഞാൻ വീട്ടിലെത്തണം. 6 മണിക്കുള്ളിൽ ചെയ്തെങ്കിലുള്ളൂ എനിക്ക് വീട്ടിൽ കയറണം എന്ന് എന്റെ ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ടീമിനും എനിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പല മേഖലയും ഇട്ടെറിഞ്ഞ് എന്റെ കൂടെ സ്വന്തമായിട്ട് അവർ ഇതിലൂടെ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ പല സ്വപ്നങ്ങളും മാറ്റിവെച്ച് വിദേശത്ത് പോകുന്നതും, അതേപോലെ പല മേഖലകളും ഷോപ്പൊക്കെ അടച്ച് പല രീതിയിലും ഇതിലൂടെയാണ് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ചിന്ത അവർക്കുള്ളത് കൊണ്ടാണ് നമ്മളെ കൂടെ അവരെ നിന്നിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ലേഡിയാണ്, എനിക്ക് ഇത്ര ലിമിറ്റ് വരെ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു കംഫർട്ട് സോൺ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ വിജയത്തിനും അവരുടെ വിജയത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. എനിക്ക് ഉയരങ്ങളിൽ എത്തണം, ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് കീഴടക്കണം, ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പേടിയുണ്ട്. പക്ഷെ പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാട്ടുന്നത്? നമ്മള് പേടിച്ചിരുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തും. എന്നാൽ പേടി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ട് പറക്കണ പേടിയൊന്നുമില്ല കേട്ടോ. കാരണം ഒറ്റപ്പെടുന്ന സമയത്ത് എന്തായാലും നമ്മളെ കുട്ടികൾ ഏത് വെളിപ്പുറത്തും എത്തും എന്നുള്ളൊരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ കാര്യം ഞാൻ ചിന്തിക്കാറില്ല. പേടിയെ കുറിച്ചും
അതേപോലെ ബേജാറിനെ കുറിച്ചും ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച ലെവലിൽ നമുക്ക് എത്താൻ കഴിയൂല. പേടി കൊണ്ട് ഒരു കാര്യമല്ല. നിപ്പ വൈറസ് വന്നു, കോവിഡ് വന്നു, ആ സമയത്ത് നമ്മൾ ജാഗ്രതയാണ് നമ്മൾ പാലിക്കേണ്ടത്. നമുക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ട ഉൽപ്പന്നങ്ങളാണ് കഴിക്കേണ്ടത്. നമ്മളുടെ കൂടെ ഒരു അസുഖം കൂടൂല അല്ലെ. 22 കോവിഡ് പേഷ്യന്റ് ഉള്ള ഒരു സ്ഥലത്ത് 4-5 ദിവസം നിൽക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പേടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ബാക്കിയുള്ള ആള് മറ്റുള്ള ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ട് മരണപ്പെട്ടു പോകേണ്ട സാഹചര്യമായിരുന്നു. അപ്പൊ അതിന് ഒരു വഴി കൊടുക്കാതെ ഞാൻ തന്നെ അതിന്റെ ശുശ്രൂഷക്കും കാര്യത്തിനും നിന്ന് എന്റെ മേലിലൂടെ കോവിഡ് ഉള്ള പേഷ്യന്റ് എന്റെ മേലിലൂടെ ഛർദിക്ക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് ടെൻഷൻ അടിക്കാതെ ഞാൻ മാക്സിമം നമ്മളുടെ പ്രൊഡക്റ്റ് കഴിച്ച് എന്റെ ആരോഗ്യം, എന്റെ ശരീരത്തിൽ ഏത് കോവിഡ് ആണ് വന്നാലും അത് ഏൽക്കൂല എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വരുത്തിയിട്ട് ഞാൻ അത് കഴിക്കാൻ തയ്യാറായത് കൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. നമ്മളും നിപ്പ വന്ന് ലോക്ക്ഡൌൺ ആണ്, ഇനിയും ലോക്ക്ഡൌൺ ഒരു പക്ഷേ വന്നുകൂടായികയില്ല, നമ്മളെ തൊട്ടടുത്ത് വരെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയെടുത്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഞാൻ ഇന്നലത്തെ ഒരു സാഹചര്യം പറയാൻ കാരണം, പല ആളുകളും ഈ സമയത്ത് വർക്കിന് പോകാതെ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ നമ്മളുടെ മനസ്സിൽ പേടിയാണെന്ന് ഉൾക്കൊണ്ട് മൂലയിലിരിക്കാതെ നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ രംഗത്തിറങ്ങണം, നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മളെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റുക. അതിനു വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. അത് പല സാഹചര്യങ്ങളിലും, അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, ഞാൻ എന്റെ ആഗ്രഹങ്ങൾ നമുക്ക് ഇതിൽ പറയാനുള്ളത്, ലാസ്റ്റ് പറയാനുള്ള കാര്യം, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഏതൊരു പ്രശ്നം നമ്മളുടെ മുന്നിൽ വന്നാലും നമ്മളുടെ എന്താ പറയാ, ഒരു റോൾ മോഡൽ നമ്മളുടെ മുന്നിൽ. ഒരു ആറാമത്തെ കാര്യം പറയാനുള്ളത്, റോൾ മോഡൽ ഒരാളെ ആക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാള് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പോലെ നമ്മളും ആകാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഒരാളായിട്ടുള്ള ഡീലിങ്ങും സംസാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയും ഭയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് നമ്മൾ ആരെങ്കിലും ഒരാളെ നമ്മളെ മെന്റർഷിപ്പും അതേപോലെ റോൾ മോഡലും നമുക്ക് ആരെങ്കിലും ഒരാളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഒറ്റ കാര്യം മതി, നമ്മളുടെ സ്വപ്നങ്ങൾ, നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ചിന്ത നമുക്ക് ഓരോരുത്തർക്കും നല്ലതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കണം, ഇന്ന കാര്യങ്ങൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ഇതിലൂടെ വിജയിക്കാൻ പറ്റുള്ളൂ. എന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ബെറിഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്ക് നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് 1-2 നേട്ടങ്ങൾ, 2-3 നേട്ടങ്ങൾ ഇതിലൂടെ നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കഠിന പ്രയത്നത്തിലാണ്. ദൈവം തമ്പുരാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഒറ്റക്ക് നേടിയെടുക്കാൻ കഴിയില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ടീമിനെ കൂട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിലേ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു ചിന്ത നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ വിജയിക്കാൻ കഴിയും. ആദ്യം നമ്മളുടെ മനസ്സിൽ വേണ്ടത്, ഇന്ന ലക്ഷ്യത്തിൽ, ഇന്ന സമയത്തിന്റെ ഉള്ളിൽ ഇന്ന ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ട് എന്തൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ നെഗറ്റീവ് ചിന്ത വന്നാലും നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്, എനിക്ക് ഇന്ന കാര്യം നേടിയെടുക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇരുന്നാൽ പറ്റില്ല, ഇതുപോലെ ഇരുന്നാൽ ഒരിക്കലും എനിക്കിത് നേടിയെടുക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഓരോരുത്തർക്കും ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ എനിക്ക് എന്താ പറയാ, കാസർഗോഡ് ടീം ഉണ്ടായ സമയത്ത് കാസർഗോഡത്തെ ടീമിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ ഒരു തവണയാണ് പോയിട്ടുള്ളത്. കാസർഗോഡ് ടീമിനെ അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പോയേ പറ്റുള്ളൂ. എനിക്ക് പോകാൻ കഴിയൂല, എനിക്ക് പറ്റൂല, എനിക്ക് ആ ടീമിന്റെ അടുത്ത് എത്താൻ കഴിയൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഭാഗത്തെ ടീം ഉണ്ടാവില്ല. അതേപോലെ അലനല്ലൂര്, മണ്ണാർക്കാട്, പാലക്കാട്, വയനാട് പല ജില്ലകളിലായിട്ടും നമുക്ക് ടീം വരാനുള്ള കാരണം എന്റെ കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കാതെ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായി, ഞാൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ ടീം ഡെവലപ്പ് ചെയ്യാനും അതേപോലെ നല്ല രീതിയിൽ വിജയിക്കാനും എന്നെ കൊണ്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ടീമിലുള്ള ഓരോരുത്തരും ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ ഇതിലൂടെ സാധിക്കും. അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത വേണം. ഇത് അധികം ആളോട് ചോദിക്കുന്ന സമയത്ത് അധികം ആളും പറയാറുള്ളത്, ഞാൻ പല സ്ഥലത്തും മീറ്റിങ്ങിന് പോണ സമയത്ത് ഞാൻ അവരോട് എന്റെ മനസ്സിൽ ഇന്നെ സ്ട്രൈക്ക് ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2,10,000 വാങ്ങുക. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും, 2.10. അത് ഞാൻ എന്റെ വായിൽ നിന്ന് എപ്പോഴും വരുന്നൊരു വാക്കാണ്. ഇൻഷാ അല്ലാഹ് അതെന്തായാലും ഞാൻ നേടും എന്നുള്ളൊരു, അതിന് ഒരു പക്ഷേ തടസ്സം വന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ നമ്മൾ വിചാരിച്ച ലെവലിൽ എത്താൻ ഒരുങ്ങിയ സമയത്ത് കോവിഡ് വന്ന്, അതേപോലെ പ്രളയം വന്ന്,
അതേപോലെ തന്നെ ഒന്നും അറിയാതെ ബയോമാഗ്നറ്റ് പോലത്തെ പല ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല മാർക്കറ്റിങ്ങിലേക്കും നല്ല നല്ല വലിയ വലിയ ലീഡേഴ്സ് തന്നെ ഒന്നൊന്നായിട്ട് കുത്തൊഴുക്കായിട്ട് പോയി. അവരൊക്കെ ഒന്നും അല്ലാതെ വട്ടപ്പൂജയായി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ടീമിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, എന്റെ ലക്ഷ്യങ്ങൾക്ക്, എന്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടില്ല. അതിന് നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിലേക്ക് ഞാൻ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. ഞാൻ വീണ്ടും തളരാതെ മുന്നോട്ട് പോയ സമയത്ത് നല്ലൊരു ടീം, എന്റെ അപ്ലൈന്റെ, എന്റെ സിസ്റ്റത്തിന്റെയും എന്റെ ടീമിന്റെയും സപ്പോർട്ട് കൊണ്ട് നല്ലൊരു ടീം വീണ്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വപ്നങ്ങളുടെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സ്വപ്നങ്ങളുടെ വലിപ്പം കൂട്ടി കൊണ്ടുവരിക. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഇന്നലെ പോകുന്ന സമയത്ത്, ഞാൻ 11 മണിക്ക് പോരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച, ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഉറങ്ങിയിട്ടുണ്ടാവും, ഈ ഭാഗത്തുള്ള ഇന്ന വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, ആരും ഉറങ്ങാത്ത ആളുകളില്ല. പക്ഷെ ഞാനൊരു 2 വർഷം കൂടെ കഴിയുന്ന സമയത്ത് ഒരു പക്ഷേ അവരുടെ മുന്നിലൂടെ, അവരുടെ പഠിക്കലൂടെ ഞാൻ വണ്ടി ഓട്ടിപ്പോരുന്നത് ഒരു പക്ഷെ ഓടി എന്ന വണ്ടിയോ അല്ലെങ്കിൽ പിന്നെ മിനി കൂപ്പറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെവലില്ല വണ്ടിയൊക്കെ ഓട്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ വരിക എന്ന് എന്റെ മനസ്സിൽ ഞാൻ ആ സമയത്ത് ഞാൻ ഓർത്ത കാര്യങ്ങളാണ്. ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഞാൻ ഈ ഒരു വർക്കിൽ ഇത്രത്തോളം ഇതിലേറെ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എനിക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. എന്റെ ആഗ്രഹിച്ച സ്വപ്ന വീടുകളും എന്റെ ആഗ്രഹിച്ച സ്വപ്ന വാഹനങ്ങളും, അതായത് നമ്മള് എന്താ പറയാ, സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ, അതായത് സാമ്പത്തിക ഫ്രീഡം അനുഭവിക്കാനും ഒക്കെ ഇതിലൂടെ കഴിയും എന്ന 100% വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് 12 മണിയോ 1 മണിയോ സമയമൊന്നും നോക്കാതെ ഞാൻ ഇതിൽ ഇറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും. അത് ഇൻഷാ അള്ളാ എന്തായാലും ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ വിശ്വാസത്തോടു കൂടെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെ എന്നും രാവിലെ എണീറ്റ് നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് സമയം തന്നെയെങ്കിലും ആ സ്വപ്നം ഒന്ന് ഉണർന്നിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് നിൽക്കുക. അതിന് നമുക്ക് ഒരുപാട് റിസ്കുകളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്ത് സ്വപ്നങ്ങളാണ് ഒറ്റയടിക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്? നമുക്ക് വിചാരിച്ച ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം, ആദ്യം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 500-600 ആളുകളും 1000ന്റെ അടുത്ത ആളുകളും കയറാനുള്ള ടീം നമുക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടീമിലുള്ള, എനിക്ക് നിങ്ങളെ എന്റെ ടീമിനെ ഉപദേശിച്ചാൽ മതി, നിങ്ങൾ ആരെയും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈയിടെയായിട്ട് നമ്മളുടെ ടീമിൽ കയറുന്ന ആളുകളുടെ രാവിലത്തെ ഐഫ്ലേസ് മീറ്റിങ്ങിൽ കയറുന്ന ആളുകളുടെ നമ്പർ എടുക്കാറുണ്ട്, അവരുടെ എണ്ണം എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ടീമിൽ നല്ല രീതിയിൽ രാവിലത്തെ ഐഫ്ലേസ് മീറ്റിങ്ങിൽ ആള് കയറുന്നുണ്ട്. നിങ്ങളും ഓരോരുത്തരും നിങ്ങളുടെ ടീമിൽ കയറുന്ന ആളുകളുടെ എണ്ണം നോക്കുക, ആരൊക്കെയാണ്, അവർക്കൊരു അറ്റൻഡൻസ് വെക്കുക, ലെഡ്ജർ വെച്ചിട്ട് ഇന്നത്തെ ഇന്ന ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ദിവസം ഐപ്ലേസ് മീറ്റിംഗിൽ കയറിയ ആളുകൾ, ആ ലെഡ്ജറിൽ അവരുടെ പേരും അവര് എത്ര പേരാണെന്നുള്ളത് ആ ടി സി ലീഡറുടെ പേരും എഴുതുക. ഈ രീതിയിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും എത്ര പേര് രാവിലത്തെ ഐപ്ലേസ് മീറ്റിംഗിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് കയറുന്നുണ്ട് എന്നുള്ളത്. അത് വെച്ചത് തൊട്ട് ഓരോ ദിവസവും നമുക്ക് മീറ്റിംഗ് കേൾക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അത് ഫോളോ ചെയ്യാത്ത ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളുടെ വരുമാനത്തെയാണ് ബാധിക്കുക. രാവിലത്തെ ഐപ്ലേസ് മീറ്റിംഗ്, അതേപോലത്തെ GTS പ്രോഗ്രാമുകളിൽ ഒക്കെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് അതിൽ വിജയിക്കാൻ കഴിയുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമല്ല. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാനൊരു എന്റെ ടീമിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. കാണുന്നില്ലേ? സ്ക്രീനിന് എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? നല്ല മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട്, എന്തൊക്കെയൊന്നും അറിയില്ല. പിന്നെ റേഞ്ചിനൊക്കെ പ്രശ്നമുണ്ട് തോന്നുന്നു. എന്തായാലും നമ്മളുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. പക്ഷെ എന്തോ മഴ വന്നിട്ടോ എന്തോന്ന് അറിയില്ല, റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട്, കട്ടായി പോകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ബെറിഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്ക് വളരെയധികം ആവേശത്തോടു കൂടെ തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് നമ്മള് 12 ബസ്സുമായിട്ടാണ് ഞാൻ അന്ന് അവിടെ എത്തിയത്. എന്റെ ടീം, ഞാൻ അടങ്ങുന്ന നജീബ് സാർ അടങ്ങുന്ന 2 RTCകൾ അടങ്ങുന്ന ടീം അവിടെ പോയത് 12 ബസ്സാണ്. 12 ബസ്സിന് അവിടെ ആളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ മനോജ് സാറിന് കൊടുത്ത വാക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും സാറേ
ഞാൻ 1000 പേരുമായിട്ട് ഞാൻ ഇപ്രാവശ്യം ബെറിഡേ ഇൻഷാല്ല ബെറിഡേയിൽ പങ്കെടുക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ മനോജ് സാറിന് കൊടുത്ത വാക്ക്. അതെന്തായാലും ഞാൻ പാലിക്കും എന്നത് 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം അതിലെന്തായാലും ഞാൻ ആളെ കയറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ പ്രവർത്തനം തുടങ്ങിയെങ്കിൽ മാത്രമുള്ളൂ നമുക്കത് നേടിയെടുക്കാൻ കഴിയാം. അതായത് നമ്മളുടെ പിന്നെ ആ പ്രോഗ്രാമിന് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മളുടെ ടീമിന്റെ സ്ട്രെങ്ത് കൂട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലുമായിട്ട് ഓരോ ഫോക്കസ് മീറ്റിംഗ് ഒക്കെ വെച്ച സമയത്ത് നമുക്ക് ഓരോ റാങ്ക് കയറിയിട്ട് ടീമിലുള്ള ആളുകളെ റാങ്ക് കയറ്റിയിട്ട് വേണ്ടേ അവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനു വേണ്ടി ഒരു പ്രോഗ്രാം വെച്ച സമയത്ത് അതിനുവേണ്ടി നമ്മൾ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ 2-3 ലീഡേഴ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാണ്. കാരണം അതിനു വേണ്ടി പ്രവർത്തിച്ചത് അവര് രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ച് ഒരു വ്യക്തി തന്നെ, ഒരു ബെറി ഡബിൾ സ്റ്റാർ എന്ന് എടുത്തു പറയുന്ന ഒരു ലീഡർ, എന്റെ ടീമിലുള്ള ഒരു ലീഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിക്കറ്റോ 2 ടിക്കറ്റോ കൊടുക്കാൻ പറഞ്ഞാൽ വരെ ആളുകൾ മടിക്കുന്ന സാഹചര്യമാണ്. അവര് 49 ടിക്കറ്റ് നടന്ന് ഓരോ വ്യക്തികളുടെ കയ്യിൽ ടിക്കറ്റ് കൊടുത്ത് അതിന്റെ ക്യാഷ് വാങ്ങിയിട്ട് ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. അവരുടെ ലക്ഷ്യങ്ങൾ വലുതാണ്. അപ്പൊ അവർക്ക് ഇത് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ, ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ എന്നൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടിക്കറ്റിന്റെ കൊടുക്കുള്ളൂ. നേരെ മറിച്ച് അവർ കൊടുത്തത് എന്താണ്, അവർക്ക് ചിലവരോട് ചോദിക്കും ഒരു 40 ടിക്കറ്റ് 30 ടിക്കറ്റ് നിങ്ങൾ ആളെ കയറ്റിക്കൊള്ളി പറയുമ്പോൾ അതിന് ഹോള് വലുപ്പുണ്ടോ, ഞാൻ ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങളെ ഹോള് വലുപ്പുണ്ടാവുമോ എന്ന് ചോദിക്കും. അപ്പൊ അത് ചിന്തിക്കാതെ എന്റെ 50 ആളെ കയറ്റാല ഹോൾ എന്തായാലും അവിടെ ഉണ്ടാകും എന്ന ചിന്തയോട് കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് 49 ടിക്കറ്റ് റെഡി ക്യാഷ് വാങ്ങി ആളുകളുടെ അടുത്തുനിന്ന് ടിക്കറ്റ് വാങ്ങി കൊടുത്ത് ആളെ പേറ്റി വിളിച്ച സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 49 ടിക്കറ്റ് കൊടുത്ത് ആളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ 49 ആള് വന്നോളന്നില്ല. അവർക്ക് വന്നത് 15 പേരാണ്. ഓക്കെ, 15 പുതിയ ആളുകൾ അവിടെ കയറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വെറി ഡബിൾ സ്റ്റാർ ആയി നിൽക്കുന്ന വ്യക്തിയാണ്, ഫാസ്റ്റ് ട്രാക്കറിലേക്ക് പോകുന്ന വ്യക്തിയാണ്. ഒരു 15 പേരെ ഒരു പ്രോഗ്രാമിന് പുതിയ ആളുകളെ കയറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇറങ്ങാത്തതുകൊണ്ടല്ലേ നമുക്ക് ടീം ഉണ്ടാവാത്തത്. നമ്മളുടെ മുന്നിൽ എത്രത്തോളം ആളുകളുണ്ട്, നമ്മൾ കാണുന്ന ആളുകളൊക്കെ നമ്മളെ മുന്നിലുള്ള ആളുകളല്ലേ. നമ്മൾ മടിക്കുകയാണ് ടിക്കറ്റ് കൊടുക്കാനും നമ്മളുടെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കാനും. എന്തോന്ന് അറിയാത്തൊരു മടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എവിടെയാണ് പ്രോഗ്രാം വെച്ചത് ആ പ്രോഗ്രാമിലേക്ക് ടിക്കറ്റ് എടുക്കുക, ആളുകളെ കയറ്റുക. ആ പ്രോഗ്രാമിൽ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ആൾ കയറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളൂ. അതിനുശേഷം അവരെ ഫോളോ ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനൊക്കെ നമ്മൾ ലീഡേഴ്സ്, നമ്മൾ ഓരോരുത്തരും കൂടെ നിൽക്കാൻ തയ്യാറാണ്. അത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ തട്ടിയിട്ട് നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഉറക്കം കെടുത്തണം. അപ്പോഴേ നമുക്കതിന് സാധിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ജോലി ചെയ്ത് ആ ജോലിയുടെ കൂടെ തന്നെ എനിക്ക് വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്നൊരു ചിന്ത നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ ഓരോ ദിവസം നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഫുൾ ടൈമർ ആയിട്ട് ഇതിലേക്ക് മാറാൻ പറ്റുക. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലൂടെ നേടിയെടുക്കണമെങ്കിൽ ഒന്ന് ഐപ്ലേസ് മീറ്റിംഗിൽ നമ്മുടെ ആളുകളുടെ എണ്ണം കൂട്ടുക. രണ്ടാമത്തെ നമ്മൾ ഓരോ ഏരിയകളിലും ഹോം മീറ്റിംഗ് അതല്ലെങ്കിൽ ഫോക്കസ് മീറ്റിംഗ് സംഘടിപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ GTS മാക്സിമം നമ്മുടെ GTS ആളുകളെ പങ്കെടുപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. അത് കൂടാതെ പറയാനുള്ളത്, മഴക്കാലാണ്, നല്ല രീതിയിൽ അസുഖങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലാണ്. നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മക്കൾക്കും കൊടുക്കുക, നമ്മളും കഴിക്കുക, നമ്മളുടെ വീട്ടിലുള്ള പ്രായമായ ആളുകളൊക്കെ തന്നെ എല്ലാവരും അത് കഴിക്കുക. അപ്പോഴേ നമുക്ക് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പേടിപ്പെട്ട് ബേജാറായി നിപ്പ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വരുന്നുണ്ട് അറിയുമ്പോൾ ഇവിടെ അവത്തിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ കാര്യങ്ങൾ നടക്കൂല, നമ്മളുടെ ബിസിനസിനെ ബാധിക്കൂല. ഞാൻ വിചാരിക്കുകയാണ്, ഏത് മേഖലയിലും ഏതൊരു മേഖല ചെയ്യുന്ന ആളുകളും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ പോകുന്ന സമയത്ത് ഇപ്പൊ പോരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പാണ്ടിക്കാട് ദേശത്ത് നല്ല രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാവും അവര് റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ടാകുക. അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഏത് രീതിയിൽ ഭംഗിയായി നടത്തിയതായിരുന്നു. എന്നും ഒരു 10-15 വണ്ടിയെങ്കിലും പുതിയത് ആ റോട്ടിൽ കാണും പോരുന്ന സമയത്ത്. ഞാൻ വണ്ടി പാസ് ചെയ്ത് പോരുന്ന സ്ഥലത്തായത് കൊണ്ട് തന്നെ ഇന്നലെ അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ എത്ര കോടികളായിരിക്കും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അല്ലെ. 5 മണിക്ക് ഒരു റെസ്റ്റോറന്റ് തുറക്കണം എന്നുണ്ടെങ്കിൽ 5 മണി മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 5 മണിക്ക് അടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അത് തുറക്കാൻ കഴിയും. നമ്മളുടെ ബിസിനസ് ആ സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ ഓരോരുത്തരെയും ബിസിനസിന്റെ സാധ്യത, ഈ ഒരു ബിസിനസിന്റെ സാധ്യത, ഒരിക്കൽ പോലും കോവിഡ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. ചെറിയൊരു മാറ്റങ്ങൾ ഒരു വേരിയേഷൻ വന്നു എന്നല്ലാതെ നമ്മളുടെ ബിസിനസിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. അത് ശക്തമായിട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ അതിൽ വിജയിച്ചിട്ടുണ്ട്. കോവിഡ് വന്ന സമയത്ത്
നിന്ന ആളുകളൊക്കെ തന്നെ കോവിഡിൽ മുളച്ച ടീം വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കുക, നമ്മളുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ ഓരോരുത്തരും എഴുതി വെക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. വെറീഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മനോജ് സാർ നമുക്ക് വേണ്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടിയിട്ടാണ് അതിന് എഫേർട്ട് ഇടുന്നത്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അതിൽ ഇന്ന റാങ്കുമായിട്ട് കയറും, ഇന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായി നമുക്ക് റീഗനേറ്റീവ് സെഷനിൽ നമുക്ക് നമ്മുടെ മനോജ് സാറ് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതിനെ വളരെയധികം ഭംഗിയാക്കാൻ കൂടെ നിന്ന് പ്രവർത്തിക്കുക. അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും സമയം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇതിലൂടെ നല്ല ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ആയുസ്സും ആരോഗ്യവും സന്മനസ്സും കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിയും അത് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒക്കെ എല്ലാവർക്കും നമുക്കിതിലൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി വിജയിക്കാം. എന്നെ ഈ ഒരു അവസരം കാണിച്ചു തന്ന ഗ്രേറ്റ് ലീഡർ നിഷാന്ത് സാറിനും എന്നെ മോണിറ്റർ ചെയ്ത ഈ ഒരു ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളും അതല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഓരോ സെഷൻ ചെയ്യാനുള്ള അവസരം തന്നിട്ടുള്ള നമ്മളുടെ ഗ്രേറ്റ് ലീഡർ SPGയുടെ ഫൗണ്ടർ മനോജ് സാറിനും ലതാ മേഡത്തിനും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ച് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇതിന്റെ സെഷൻ